ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂസ്, വെൽക്കം ബാക്ക് ടു WinTrader. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ചാണ്. എക്സ്പയറി ഡേയിൽ വന്ന ഓപ്ഷൻ ലൈവ് ട്രേഡാണ്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും നല്ലൊരു ഡൗൺ ട്രെൻഡ് തന്നെ ഉണ്ടായിരുന്നു. അപ്പം പക്ഷേ നിഫ്റ്റി രാവിലെ ഓപ്പൺ ആയപ്പോൾ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയത്. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയ ശേഷം ബൈസിക്കിൾ തന്നിരുന്നു, പക്ഷേ അത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് തിരിഞ്ഞിറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യാം, അതേപോലെ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെ, നിങ്ങൾക്ക് സ്ട്രൈക്കിൽ നോക്കുകയാണെങ്കിൽ എവിടുന്ന് എൻട്രി എടുക്കണം, എക്സിറ്റ് എവിടുന്ന് ചെയ്യണം, ടാർഗറ്റ് എങ്ങനെ കൊടുക്കണം, ഇതെല്ലാം ഇന്നത്തെ ലൈവ് വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഓപ്ഷൻസിൽ മാത്രമല്ല, നമ്മുടെ സോഫ്റ്റ്വെയർ വിൻട്രേഡർ സ്റ്റോക്കിലും വർക്ക് ചെയ്യുന്ന കമ്മോഡിറ്റി മാർക്കറ്റിലും അഗ്രിയിലും അതേപോലെ തന്നെ ക്രിപ്റ്റോയിലും എല്ലാത്തിലും വർക്കൗട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇതേ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാം. അതിനകത്ത് എൻട്രി കാണിക്കും, എക്സിറ്റ് കാണിക്കും, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്, റിവേഴ്സ് പോയിന്റ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഇതിനകത്ത് പറഞ്ഞു തരാം. അപ്പോൾ ഇതിനകത്തൊരു ലൈവ് ട്രേഡ് ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഒരു ലൈവ് ഡെമോൺസ്ട്രേഷന് വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൾ ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫോൺ നമ്പരും എൻ്റെ പേരും സീമ കൃഷ്ണ, അതേപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ്, ടെസ്റ്റിമോണിയൽസ്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 81390399 നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റും, ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് ഓപ്പണായി. ഇന്നത്തെ രാവിലത്തെ മാർക്കറ്റ് ഇവിടെ നിന്നാണ് നിഫ്റ്റിയുടെ ഓപ്പൺ ആയത്. അതിനുശേഷം രാവിലെ ഒരു ബൈസിക്കിൾ തന്നിരുന്നു, പിന്നെ ഒരു സെല്ലും. അപ്പോൾ അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഒറ്റ ട്രേഡേ ഉള്ളൂ, ഇന്നൊരു സെൽ സിഗ്നലാണ്. അപ്പോൾ സെല്ല് വന്നിരിക്കുന്നത് അപ്രോക്സിമേറ്റ് 11 മണിക്കാണ്. അപ്പം ഡീറ്റെയിൽസ് നമുക്ക് ആക്ച്വലി ഇൻട്രാഡേക്ക് സെറ്റ് ചെയ്യുന്ന ടൈം ഫ്രെയിം 5 മിനിറ്റ്സ് ആണ്. 5 മിനിറ്റ്സിൽ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം 11 മണിക്ക് സിഗ്നൽ വന്നത്, സെല്ലിൻ്റെ എൻട്രി പോയിന്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പോൾ 70 പോയിന്റ് 3 ടാർഗറ്റാണ്. അപ്പോൾ ടോട്ടൽ 200 പോയിന്റിൻ്റെ അടുത്ത് നമുക്ക് 3 ടാർഗറ്റും കൂടെ വരും. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഡബിൾ, അതായത് 3 ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടെന്ന്. നല്ലൊരു പ്രോഫിറ്റിന് പുട്ട് എടുക്കുന്നത് നോക്കുകയാണെങ്കിൽ നമുക്ക് 46,200 പുട്ട് നല്ലൊരു ഹൈക്കാണ് പോയത്. 397 പോയിൻറ്റ്സോളം പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കൺഫർമേഷൻ ചെക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സോഫ്റ്റിൻ്റെ ഈ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ 8.1 ആണ്. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ 8 സ്ട്രാറ്റജികൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ 2 സ്കാനറും. സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു സ്കാനറാണ്. ഇപ്പോൾ നടക്കുന്ന കറണ്ട് ട്രെൻഡിൽ മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ പറഞ്ഞു തരാം, നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ചു തരും. അതേപോലെ ഇന്ന് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് സെൽ സിഗ്നൽ വന്ന 11 മണിക്ക് ശേഷം കൺഫർമേഷൻ, അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ സിഗ്നൽസ് എല്ലാ സിഗ്നലും കയറി എൻട്രി ചെയ്യരുത്. സിഗ്നലിൽ കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്നത് വളരെ ആവശ്യമാണ്. കൺഫർമേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ലെവലായിട്ട് നിങ്ങൾക്ക് നോക്കാനുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ കളറാണ്. അത് ഫസ്റ്റ് ഓക്കെ ആണെങ്കിൽ താഴത്തെ കൺഫർമേഷൻ ബാർ സെക്കൻഡ് നോക്കുക. പിന്നെ പ്രൈസ് ആൻഡ് സെൽസ് ഉണ്ട്. ഇത് 3 നമുക്ക് നോക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സിഗ്നൽസ് വന്ന ആ പോയിന്റിൽ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ കൺഫർമേഷൻ വന്നിരിക്കുന്നത് ഈ സെക്കൻഡ്, തേർഡ് ക്യാൻഡിലാണ്, ഈ പോയിന്റിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് കൺഫർമേഷൻ വന്നിട്ട് ഇത് ബ്രേക്കൗട്ട് പോയി നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് എടുക്കാം. അത് നോർമൽ ക്യാൻഡിലാണ്. ആ കൺഫർമേഷൻ വന്നിട്ട് അടുത്ത ക്യാൻഡിൽ നമ്മൾ പോർഷൻ എടുത്ത് അവിടെ നിന്ന് നേരെ താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒരു 400 പോയിൻറ്റ്സ് എടുത്ത് നമുക്ക് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് 46,004 ആയിരുന്നു ആ സമയത്ത് റേറ്റ്. അപ്പോൾ 46,200 300 400 എന്ത് വേണേൽ എടുക്കാം, നമുക്ക് നമ്മുടെ മാർജിൻ അനുസരിച്ച്. അപ്പോൾ ഞാനിവിടെ 200 എടുത്ത് വെച്ചിട്ടുണ്ട്. 200 നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൈസിക്കിൾ വന്ന അപ്രോക്സിമേറ്റ് ആയിട്ട് 10.55 ബൈ 136 പറഞ്ഞു 3 ടാർഗറ്റ്. അപ്പോൾ സിഗ്നൽസ് വന്ന് ബ്രേക്കൗട്ട് പോയിരിക്കുന്ന ഈ പോർഷനിലാണ്. 208 ബ്രേക്കൗട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത ക്യാൻഡിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആക്ച്വലി 246 എടുത്ത് കഴിഞ്ഞാൽ നേരെ കയറിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി എടുക്കാം, കാരണം സിഗ്നൽസ് വന്ന് കൺഫർമേഷൻ വന്ന് ഇവിടുന്ന് ബ്രേക്കൗട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. ഇവിടെ സിഗ്നൽ ഗ്രീൻ ആയിട്ടുണ്ട്, പക്ഷേ അവിടെ താഴെ ഗ്രീൻ വന്നിട്ടില്ല, മേലിൽ ഗ്രീൻ വന്ന് ഇവിടുന്ന് ബ്രേക്കൗട്ട് പോയി. പക്ഷേ ബാങ്ക് നിഫ്റ്റി കൺഫർമേഷൻ നോക്കിയാൽ പിന്നെ ഇവിടുന്ന് കൺഫർമേഷൻ നോക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ നമുക്ക് കൺഫർമേഷൻ നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമാണ്. ഇതിനകത്ത് കൺഫർമേഷൻ ചെക്ക് ചെയ്യേണ്ട. ഇതിനകത്ത് നമുക്ക് നേരിട്ട് ബാങ്ക് നിഫ്റ്റി കൺഫേമിലാണ് നേരിട്ട് എൻട്രി എടുത്ത് പോവുക. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് എടുത്തിട്ട് നേരെ നമുക്ക് 2 മാർക്കറ്റ് ഹൈക്കിൽ കയറിയിട്ടുണ്ട്. 580 വരെ കയറി പോയിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് താഴ്ത്തിറങ്ങി. അപ്പം രാവിലെ സിഗ്നൽസ്, അതായത് ഗ്യാപ്പിൽ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് എപ്പോഴും സിഗ്നൽസ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാതെ നമുക്ക് അവിടുന്ന് പോർഷൻ എടുക്കരുത്. കാരണം അവിടുന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പുൾ ബാക്ക് അടിച്ച് നമുക്ക് ചെറിയ SL കൊടുക്കുന്നവർക്ക് പെട്ടെന്ന് SL ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് കാരണം അത് കൊടുക്കാതിരിക്കുക. അപ്പം സെൽ സിഗ്നൽ അതിപ്പോൾ അപ്രോക്സിമേറ്റ് വന്നിരിക്കുന്നത് 10:35 അപ്പോൾ സെല്ല് വന്നതിന് ശേഷം കൺഫേമായി സപ്പോർട്ട് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്.
ഇവിടെ ബ്രേക്ക് പോയിട്ടുണ്ട്, ബ്ലൂ കളർ സ്റ്റാറാണ്. അവിടെ ബ്രേക്ക് ചെയ്ത് നേരെ താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 147 പോയിൻറ്റ്സിൻ്റെ നമുക്ക് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 3 ടാർഗറ്റ് കഴിഞ്ഞിട്ട് 40 പോയിൻറ്റ്സിന് 3 ടാർഗറ്റാണ്. 3 ടാർഗറ്റ് കഴിച്ചിട്ട് മാർക്കറ്റ് പിന്നെയും താഴ്ത്തിറങ്ങി നല്ല പ്രോഫിറ്റ് ലെവലിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ട്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങിൽ 19,792 ബ്രേക്ക് ചെയ്തു സപ്പോർട്ട്. അപ്പം 900 to 20,000 പുട്ടെടുക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ പുട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് 20,000. അപ്പോൾ അതിനകത്ത് ബ്രേക്കൗട്ട് പോയിരിക്കുന്ന സിഗ്നൽസ് വന്ന് ഇവിടുന്ന് ബ്രേക്കൗട്ട് പോയിട്ടുണ്ട്. അവിടെ നേരെ കയറി 207 നേരെ ഒരു ഹൈക്ക് 82 വരെ ആദ്യം കയറി. അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക് കയറി നല്ല കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം പിന്നെയും നോക്കിയ സോഫ്റ്റ് റീഎൻട്രി തന്നിരിക്കുന്നത്. അപ്പോൾ സിഗ്നൽസ് പിന്നെയും ബ്രേക്ക് ചെയ്ത് പിന്നെയും കയറുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി സോഫ്റ്റ് ഇതേപോലെ റീഎൻട്രി തരും. അതായത് ഇതിലും നോക്കുകയാണെങ്കിൽ 3 ടാർഗറ്റ് അടിച്ച് 147 പോയിന്റ് കയറി നിൽക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് ഇനിയും സെൽ ട്രെൻഡിലേക്കാണ് പോകുമ്പോൾ എന്ന് നമുക്ക് ആക്ച്വലി അറിയുന്നത് ആ സപ്പോർട്ടും റെസിസ്റ്റൻസും നമുക്ക് കണക്കാക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത് ബ്രേക്ക് ഔട്ട് നേരെ തിരിച്ചു കയറ്റമാണ്. അപ്പോൾ അവിടെ നല്ലൊരു എൻട്രി നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 159 ഇപ്പം നേരെ മാർക്കറ്റ് കയറിപ്പോയി 159 പോയിൻറ്റ്സോളം നമുക്ക് പ്രോഫിറ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വന്ന റീ എൻട്രി 349 വന്നതാണ്. അതിൻ്റെ റീ എൻട്രി 84 വരെ നമുക്ക് ആക്ച്വലി തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 65 ആണ്. അപ്പം ചെറിയൊരു പ്രോഫിറ്റ് ലെവലിൽ നമ്മളിപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ വന്ന റീ എൻട്രിന്ന് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 84 വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഈ വന്ന റീ എൻട്രി ടാർഗറ്റ് നമുക്കിപ്പോൾ അടിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇപ്പം ആദ്യത്തെ ലെവൽ മിസ്സായവർക്ക് ഇനി എങ്ങനെ ഒരു എൻട്രി കിട്ടുമെന്ന് അറിയാനായിട്ട് ഇതേപോലെ നമുക്ക് നോട്ടീസ് ചെയ്താൽ മതി. ഇതേപോലെ ആ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത്, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴ്ത്തു പോകും, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അവിടെ നേരൊരു ഹൈക്കാണ്. പിന്നെ നമുക്കവിടെ നോക്കേണ്ട ആവശ്യമേ ഇല്ല. നമുക്കവിടെ ധൈര്യമായിട്ട് എൻട്രി എടുക്കാം. അതിനകത്ത് നല്ലൊരു പ്രോഫിറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റ് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ടൈം ഫ്രെയിം കുറച്ച് വേറെ മാറ്റി വയ്ക്കുക. അതായത് 15 മിനിറ്റാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈം ഫ്രെയിം. അപ്പം കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇന്നത്തെ ക്രൂഡ് ഓയിലിലും നമുക്ക് നോക്കുകയാണെങ്കിൽ വലിയൊരു മൊമെൻറ്റ് ഇന്ന് തന്നിട്ടില്ല. 15 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വന്ന ബൈഡനെ കണ്ടിന്യൂഷൻ ആയിട്ട് ഗ്യാപ്പിൽ കയറി ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് റെസിസ്റ്റൻസോ സപ്പോർട്ടോ ബ്രേക്ക് ചെയ്യാതെ ആ ലെവലിൽ തന്നെ നിൽക്കുകയാണ്. ഒരു ട്രേഡും ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല നമുക്ക്. അതേപോലെ നാച്ചുറൽ ഗ്യാസിൽ നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ഗ്യാസിൽ 5 മിനിറ്റ്സാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ചെറിയ 5 മിനിറ്റ്സിൽ അതായത് ഒരുപാട് ടാർഗറ്റ്സ് ഉണ്ടാവില്ല. നമുക്ക് ചെറിയ പോയിൻ്റൊക്കെ എടുത്ത് വെച്ചിട്ട് 5 മിനിറ്റ്സിൽ ചെയ്യാം. അപ്പോൾ ഇതിലൊരു സെല്ല് വന്നിട്ട് നമുക്ക് ആക്ച്വലി നോക്കുകയാണ് 12.50 വന്ന് സെല്ല് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. ഒരു 3 ടാർഗറ്റ് അടിച്ചൊരു ഒരു പോയിൻറ്റ് 1.5 2 പോയിൻറ്റിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് 15 മിനിറ്റ്സിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്സിലുള്ള സെല്ലിനൊരു കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ആക്ച്വലി നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സേഫ് ട്രേഡ് ഒരു 15 മിനിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ല ട്രേഡ് അല്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ടിൽ എക്സിറ്റ് ചെയ്യാം. ഒരു കൺഫർമേഷൻ സോഫ്റ്റ്വെയർ ഇതുവരെ തന്നിട്ടില്ല. ഒരു കൺഫേം ഇല്ലാത്ത ട്രെൻഡായിട്ട് നമുക്ക് നിൽക്കുക. അതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇപ്പോൾ കാണുന്നപ്പം ലാസ്റ്റ് വന്ന് നമ്മൾ ആക്ച്വലി ഈ പുട്ട് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോഴത്തെ 84 81 വരെ കയറുന്നുണ്ട്. കണ്ടോ, 77 ഇപ്പോഴും മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഈ റീ എൻട്രി അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ 49 എടുത്ത് 84 നല്ലൊരു പ്രോഫിറ്റ് ലെവൽ ബുക്ക് ചെയ്ത് ഇറങ്ങാനുള്ള ഒരു വകുപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 80 ആയിട്ടുണ്ട്. അപ്പം റീ എൻട്രി ലാസ്റ്റ് വന്ന് റീ എൻട്രി അടിക്കണമെന്നെങ്കിൽ 84 വന്നാൽ പഠിക്കും റീ എൻട്രി. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ആക്ച്വലി ഫോറക്സ് മാർക്കറ്റിലും ഇതേ ലെവലാണ് സെറ്റ് ചെയ്യേണ്ടത്. ടൈം ഫ്രെയിം സെറ്റ് ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. 30 മിനിറ്റ്സ് സെറ്റ് ചെയ്യുക. 30 അല്ലെ 1 ഹവറാണ് നമ്മൾ ആക്ച്വലി നമുക്ക് ഫോറക്സ് മാർക്കറ്റിലേക്ക് സെറ്റ് ചെയ്യേണ്ട ടൈം ഫ്രെയിം. ഓക്കെ, അപ്പം ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ആക്ച്വലി എല്ലാ മാർക്കറ്റും ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനൊരു ഡെമോൺസ്ട്രേഷനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കുക, കോൾ ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. എൻ്റെ നമ്പറും ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈവിൽ സ്വയം ട്രേഡ് ചെയ്ത് നോക്കാനുള്ളൊരു പ്രൊവിഷനുണ്ട്. അപ്പോൾ അത് എടുത്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ആക്ച്വലി പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, താങ്ക് യു.